എത്ര വർഷത്തോളം അത് ജോലി ചെയ്തിട്ടുണ്ട്? സാർ ഒരു 12 വർഷത്തോളം ജോലി ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ പറ്റിയോ? നേടാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. വീടൊക്കെ വെച്ചു, പക്ഷെ അതിലൊക്കെ കുറച്ച് നമുക്ക് ബാധ്യതകളും കാര്യങ്ങളൊക്കെ 12 വർഷം കൊണ്ട് ബാധ്യതയുള്ളൊരു വീടുണ്ടാക്കി അല്ലെ? അതോടൊപ്പം ലിറ്റി ഒരു ഹോം ബേക്കറാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു? 6.5 വർഷത്തോളം. 6 വർഷത്തോളം അല്ലെ? അതിന് ഈ 6 വർഷം കൊണ്ട് ഹോം ബേക്കറായിട്ട് ഒരു പാഷനായിരുന്നു. എന്നിട്ട് ഈ 6 വർഷം കൊണ്ട് ലൈഫിൽ എന്ത് നേടിയെന്ന് പറഞ്ഞ സാർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം. കാരണം അല്ല, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായില്ല എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്തുവരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ശരിയാണ്, എന്റെ ഒരു പാഷനാണ്. അപ്പൊ പാഷനെ ഞാൻ പ്രൊഫഷൻ ആക്കിയില്ല. അപ്പൊ പാഷനെ പ്രൊഫഷൻ ആക്കുമ്പോഴാണ് ശരിക്കും കൂടുതൽ എനിക്ക് അതിനകത്തുനിന്ന് ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പം അത് പാഷൻ ആക്കി തന്നെ ഞാൻ നിലനിർത്തിക്കൊണ്ട് പോയപ്പോൾ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ശരിക്കും ഞാനും അത് വേണ്ടാന്ന് വെച്ചു. വെക്കാനുള്ള കാരണം അത് മാത്രമല്ല, നമുക്കൊരു പുതിയ അവസരം കൂടെ കിട്ടിയാലല്ലേ നമുക്കത് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ സാർ. അതായത് വേറൊരു അവസരം കിട്ടാനത് കാരണം ഹസ്ബൻഡ് ടിപ്പറും JCB ഒക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നു, ലിറ്റി ഹോം ബേക്കറായിട്ട് മുന്നോട്ട് പോകുന്നു. തിരക്ക് പിടിച്ച ജീവിതം അല്ലേ? എങ്ങനെയാണ് ഇതിൽ ഈ നമ്മൾ ജസ്പേഡിനെ കുറിച്ച് അറിയാൻ എങ്ങനെയാണ് അറിഞ്ഞത്? എന്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും ബേക്കിംഗ് ഫീൽഡിൽ നിന്നവരാണ്. ആളുടെ പേര് ലിൻറ്റു എന്നാണ്. അപ്പൊ ലിൻറ്റു ആണ് എന്നെ ഈ ജസ്പേഡ് എന്ന് പറഞ്ഞ കമ്പനി എന്നെ പരിചയപ്പെടുത്തി തരുന്നത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒക്കെ നിർത്തി എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഇത് ഞങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ലിറ്റിയെ മോട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കാരണം? തീർച്ചയായിട്ടും സാർ. കാരണം നമ്മളെപ്പോഴും, ഞാൻ കുറച്ചു മുമ്പ് സാറിനോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിന് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ഒരു കോമ്പറ്റീഷനകത്ത് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു സക്സസ് നമുക്ക് ലൈഫിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ വന്ന് ജസ്പേഡിൽ മനസ്സിലാക്കിയത് ഇന്നോവേഷൻ, ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ചെയ്യുമ്പോൾ, ആരും ചെയ്യാത്ത നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക.